രണ്ട് മനുഷ്യരെ അന്യഗ്രഹജീവികൾ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരു സ്ത്രീയുടെ വീട്ടിൽ അന്യഗ്രഹജീവി വിരുന്നു വന്നു എന്ന് പറഞ്ഞാലോ? അതും അല്ലെങ്കിൽ ഒരു സ്കൂളിലെ കുറച്ച് കുട്ടികൾ അന്യഗ്രഹജീവികളെ കണ്ടു എന്ന് പറഞ്ഞാലോ? വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ടല്ലേ? ഇത്തരത്തിൽ നമ്മുടെ ഈ ലോകത്ത് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ള കുറച്ച് അത്ഭുതങ്ങളെക്കുറിച്ചും കോൺസ്പിറസി തിയറിയെക്കുറിച്ചുമൊക്കെ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അന്യഗ്രഹജീവികളെക്കുറിച്ചാണ്. ശരിക്കും അന്യഗ്രഹജീവികളുണ്ടോ? ഈ പ്രപഞ്ചത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ നമ്മളെപ്പോലെ അല്ലെങ്കിൽ നമ്മളെക്കാൾ അഡ്വാൻസ്ഡ് ആയൊരു സിവിലൈസേഷൻ ജീവിച്ചിരിപ്പുണ്ടാകുമോ? അവർ ഭൂമിയിലേക്ക് വന്നിട്ടുണ്ടാകുമോ? അല്ലെങ്കിൽ നമുക്കിടയിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാകുമോ? അതും അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയുമായി കോണ്ടാക്ട് ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ടാവുമോ? സത്യം പറഞ്ഞാൽ അന്യഗ്രഹജീവികൾ ഉണ്ടോ ഇല്ലേ എന്ന വിഷയത്തിൽ കൃത്യമായൊരു തെളിവ് നമുക്ക് ലഭിച്ചിട്ടില്ല. എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ, അനുഭവങ്ങൾ, കോൺസ്പിറസി തിയറികൾ ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. 1940 മുതൽ 50 വരെയുള്ള കാലഘട്ടത്തിലാണ് അന്യഗ്രഹജീവികളുമായി ബന്ധപ്പെട്ട വാർത്തകൾ ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് വരുന്നത്. പിന്നീട് ആ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ധാരാളം വാർത്തകൾ വന്നിട്ടുണ്ട്. പലരും അന്യഗ്രഹജീവികളെ കണ്ടു, ആകാശത്ത് അത്ഭുതകരമായ UFO അഥവാ അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്റ്റുകൾ കണ്ടു എന്നൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 1947 അമേരിക്കൻ വ്യവസായിയായിട്ടുള്ള കെന്നത്ത് അർണോൾഡ് ഒരു ചെറിയ വിമാനം ആകാശത്തിലൂടെ പറത്തുമ്പോൾ വാഷിങ്ടണിൽ മൗണ്ട് റൈനറിന് സമീപം എത്തിയപ്പോൾ അദ്ദേഹം അത്ഭുതകരമായൊരു കാഴ്ച കണ്ടു. അതിവേഗം സഞ്ചരിക്കുന്ന 9 വസ്തുക്കളുള്ള ഒരു പ്രത്യേക കാഴ്ച. അദ്ദേഹം പിന്നീട് അതിനെക്കുറിച്ച് പറയുന്നത് വെള്ളത്തിൽ തെന്നി നീങ്ങുന്ന തളികകൾ പോലെ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന 9 വസ്തുക്കളെയാണ് അദ്ദേഹം കണ്ടത് എന്നാണ്. ഇതിനുശേഷം ഇത്തരത്തിൽ പല പ്രതിഭാസങ്ങളും പല ഭാഗത്തായിട്ട് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം ആളുകൾ മുന്നോട്ട് വന്നു. അപ്പോഴാണ് 1948 US എയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ ഇതിനെക്കുറിച്ച് പഠിക്കാൻ പ്രൊജക്റ്റ് സൈൻ എന്ന പേരിൽ ഒരു അന്വേഷണം ആരംഭിക്കുന്നത്. ഇത് സോവിയറ്റ് റഷ്യയുടെ അത്യാധുനിക വിമാനങ്ങളായിരിക്കാം എന്ന നിഗമനത്തിലാണ് അവരാദ്യം എത്തിയത്. പക്ഷേ ഇത് അന്യഗ്രഹജീവികളുടെ സാന്നിധ്യമാകാം എന്ന് അവരുടെ കൂട്ടത്തിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ അഭിപ്രായപ്പെട്ടു. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ പ്രൊജക്റ്റ് ഗ്ലൂ ബുക്ക് എന്ന പേരിൽ പുതിയൊരു പ്രൊജക്റ്റ് ആരംഭിച്ചു. അവർ ഇത്തരത്തിൽ ആകാശത്ത് പല അത്ഭുതകരമായ പ്രതിഭാസങ്ങൾ കണ്ടു എന്ന് പറഞ്ഞ 12,000 കേസുകൾ ക്രോഡീകരിച്ചു. അതിനെക്കുറിച്ച് പഠനം ആരംഭിച്ചു. ഈ കേസുകളെ അവർ 3 ആക്കി തിരിച്ചു. ഒന്ന്, പ്രകൃതി പ്രതിഭാസങ്ങൾ അഥവാ പ്രകൃതിയിലുണ്ടാകുന്ന പ്രതിഭാസങ്ങൾ കണ്ട് അത് അന്യഗ്രഹജീവികളാണ് എന്ന് തെറ്റിദ്ധരിച്ച കേസുകൾ. ഇതായിരുന്നു കൂടുതലും. രണ്ടാമതായി, മറ്റു രാജ്യങ്ങളുടെ അത്യാധുനിക വിമാനങ്ങൾ ആകാശത്ത് ഇത് പറക്കുന്നത് കണ്ട് അത് UFOകളാവാം, അന്യഗ്രഹജീവികളാകാം എന്ന് പലരും തെറ്റിദ്ധരിച്ചതാണ്. അപ്പോഴും ഇതിലൊന്നും പെടാതെ ചുരുളഴിയാതെ കുറച്ച് കേസുകൾ അവർക്ക് മുമ്പിൽ തന്നെ നിന്നു. അന്യഗ്രഹജീവികൾ ലോകത്തുണ്ട് എന്നും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ അവരുടെ വിവരങ്ങൾ മറച്ചു വെക്കുകയാണെന്നും ചില ആളുകൾ അഭിപ്രായപ്പെട്ടു. ഈ അഭിപ്രായം പറഞ്ഞത് സാധാരണക്കാരല്ല. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഇമ്മ്യൂണോളജിസ്റ്റായ ഗാരി നോളൻ, അമേരിക്കൻ സെനറ്ററായ ബാൻഡ്രി ഗോൾവാൾട്ടർ, നാറ്റോ മുൻ മേധാവി ലോർഡ് ഹിൽ നോർട്ടൺ, CIA ഡയറക്ടർ റോസ്കോ എച്ച് അലൻ കോർട്ടർ, ഇങ്ങനെയുള്ള പ്രമുഖരായിരുന്നു. അന്യഗ്രഹജീവികൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ മുന്നോട്ട് വെക്കുന്ന ചില അനുഭവങ്ങളുണ്ട്. അതുകൂടി പറഞ്ഞ് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ബെറ്റ് ആൻഡ് ബേർണി ഹിൽ കേസ്. ബെറ്റും ബേർണിയും രാത്രി അവരുടെ കാറിൽ വീട്ടിലേക്ക് മടങ്ങുമായിരുന്നു. ഈ സമയത്ത് ഒരു പ്രകാശം അവരെ പിന്തുടരുന്നതായിട്ട് അവർക്ക് അനുഭവപ്പെട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ
അവരുടെ ബോധം നഷ്ടപ്പെട്ടു. ബോധം വന്നപ്പോൾ അവരവരുടെ വീടിൻ്റെ മുന്നിലാണ്. നേരം വല്ലാതെ വെളുത്തിട്ടുണ്ട്. അവരുടെ വസ്ത്രങ്ങളെല്ലാം കീറി പറിഞ്ഞിരിക്കുന്നു. വാച്ച് ഓടുന്നില്ല. എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് എത്ര ആലോചിച്ചിട്ടും ഒരു പിടിയും കിട്ടിയില്ല. പിന്നീട് ഒരു സൈക്കോളജിസ്റ്റുമായിട്ടുള്ള സെഷനിൽ തങ്ങളെ അന്യഗ്രഹ ജീവികൾ തട്ടിക്കൊണ്ടുപോയതാണ്, അവരുമായുള്ള പിടിയും വലിയിലാണ് വസ്ത്രങ്ങൾ കീറിയത് എന്നവർ ഓർത്തെടുക്കുകയുണ്ടായി. ഇത് സത്യമാണോ അല്ലയോ എന്ന് പൂർണ്ണമായി നമുക്കറിയില്ല. പക്ഷെ അന്യഗ്രഹ ജീവികൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ തെളിവായി ഈ അനുഭവം മുന്നോട്ട് വെക്കാറുണ്ട്. അതുപോലെ മറ്റൊരനുഭവമാണ് സൈക്കോ തെറാപ്പിസ്റ്റായ ബർബറ ലാംബ് എന്ന സ്ത്രീ തൻ്റെ വീട്ടിൽ ഉരക രൂപത്തിലുള്ള ഒരു അന്യഗ്രഹ ജീവിയെ കണ്ടു എന്ന് റിപ്പോർട്ട് ചെയ്ത് അവർ ധൈര്യം സംഭരിച്ച് ആ ജീവിയുടെ കയ്യിൽ തൊട്ടെങ്കിലും ഉടൻ തന്നെ അത് അപ്രത്യക്ഷമായി എന്നാണ് അവർ പറഞ്ഞത്. ഇനി ഒരനുഭവം കൂടി നമുക്ക് പറയാം. ഇനി പറയാൻ പോകുന്ന അനുഭവം മുമ്പ് പറഞ്ഞ 2 കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. കാരണം മുമ്പ് പറഞ്ഞതിലെല്ലാം ഓരോ വ്യക്തികളാണ് അന്യഗ്രഹ ജീവികളെ കണ്ടതെങ്കിൽ ഇവിടെ ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് അന്യഗ്രഹ ജീവികളെ കണ്ടത്. 1994 സെപ്റ്റംബറിൽ സിംബാബ്വേയിൽ ഒരു സ്കൂളിൻ്റെ സമീപത്ത് ഒരു UFO ചുറ്റിത്തിരിയുന്നത് കുറച്ച് കുട്ടികൾ കണ്ടു. വലിയ തലകളും കറുത്ത മുടിയും മൂക്കിൻ്റെ സ്ഥാനത്ത് തുളയുള്ള വായയില്ലാത്ത ജീവികളെയാണ് അവർ കണ്ടത്. കറുത്ത സ്യൂട്ട് അവർ ധരിച്ചിട്ടുണ്ട്. ഈ ലോകം അവസാനിക്കാനായി എന്ന് അവർ കുട്ടികളോട് പറഞ്ഞു എന്നാണ് ഈ കുട്ടികൾ റിപ്പോർട്ട് ചെയ്തത്. ഇതും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശരിയാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. കുട്ടികൾ കള്ളം പറഞ്ഞതാവാം. എന്തായാലും ഈ പറഞ്ഞ 3 അനുഭവങ്ങളും പൂർണ്ണമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായിട്ടുള്ള കാര്യമല്ല. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് അറിയിക്കുക മാത്രമാണ് ചെയ്തത്. ശരിക്കും ഈ ലോകത്ത് അന്യഗ്രഹ ജീവികൾ ഉണ്ടാവും? എന്താ നിങ്ങളുടെ അഭിപ്രായം? എല്ലാവരും കമൻറ്റിൽ അറിയിക്കുക. എന്നോട് ചോദിച്ചാൽ അല്ലാഹു ആലം, എനിക്കറിയില്ല. പുതിയൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.